ഹായ് എവൺ, നമുക്കറിയാം നമ്മളെല്ലാ മൊഡ്യൂളുകളുടെയും ഓരോ പോർഷൻസായിട്ട് നമ്മൾ എടുത്ത് തീർത്തതാണ്. ഇനിയിപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാ കാര്യങ്ങളും ഒരു പ്രാവശ്യം നമ്മൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. ഓക്കെ, അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മളെ യൂണിറ്റിൽ നമ്മൾ PDF നോട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ നോട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഡീറ്റെയിലായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ആ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇതെന്താണ്, എങ്ങനെയാണ് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, ചെയ്യാൻ പോണത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിനെ കുറിച്ച് നമുക്കറിയാം. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള മീറ്റേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, തിയറി ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ തിയറിയാണ് പറയുന്നത്. അപ്പോൾ അത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് അറിയാം. നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ തരംതിരിക്കുന്നു, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് അതുപോലെ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമുക്കൊരു ക്വാണ്ടിറ്റി ഇൻസ്ട്രുമെൻറ്റ് ഗിവ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ കാലിബറേറ്റ് ചെയ്ത, അതായത് ഒരു മീറ്ററിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കാലിബറേഷൻ എന്ന് പറയുന്നത്. കാലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റഡ് ഓക്കെ ആണ് എന്ന് പറഞ്ഞ ഒരു മീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു ഒരു മീറ്ററിനെ കാലിബ്രേറ്റ് ചെയ്യുന്ന മീറ്ററിനെയാണ് നമ്മൾ ഒരു അബ്സല്യൂട്ട് മീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കാലിബ്രേറ്റ് ചെയ്ത ഒരു സെക്കൻഡറി മീറ്റർ വെച്ചിട്ടോ കാലിബ്രേറ്റ് ചെയ്ത മീറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ മീറ്ററും വോൾട്ട് മീറ്ററും വാട്ട് മീറ്റേഴ്സൊക്കെ വരാം. അതിനെ ഈ അബ്സല്യൂട്ട് മീറ്ററുകളായ ഗാൽവനോമീറ്ററോ അല്ലെങ്കിൽ കറണ്ട് ബാലൻസ് മീറ്ററുകളോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കാലിബ്രേറ്റ് ചെയ്യുന്ന മീറ്ററുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി മീറ്ററുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉദാഹരണം ഗാൽവനോമീറ്റർ ആണെന്നും അല്ലെങ്കിൽ റേഗേസ് കറണ്ട് ബാലൻസ് ആണെന്നും, അല്ലെങ്കിൽ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് വാട്ട് മീറ്ററും വോൾട്ട് മീറ്ററും വാട്ട് മീറ്ററും ഒക്കെ എന്താണ്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, രണ്ട് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്, മൂന്ന് ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു സാധനം നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളെന്താണ്, ഒരു ഇൻഫർമേഷൻ, അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്, കറണ്ട് ആണെങ്കിലും വോൾട്ടേജ് ആണെങ്കിലും അല്ലെങ്കിൽ പവർ ആണെങ്കിലും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുക. ഒരു പോയിൻ്റർ വെച്ചിട്ട് നമ്മളൊരു സ്കെയിലും പോയിൻ്ററും വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്ന മീറ്ററുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീറ്ററിനെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ കാണിച്ചു, അതായത് നമ്മൾ ഓരോ തവണ മെഷർ ചെയ്യുമ്പോഴും അതിനൊക്കെ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്തിട്ട് അതിനെ പിന്നെ രണ്ടാമത് കാണിച്ചു തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രുമെൻറ്റ് കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് വേരിയേഷൻസ് ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അതിനെ റെക്കോർഡിംഗ് വോൾട്ട് മീറ്റർ, റെക്കോർഡ് മീറ്റർ എന്ന് ആയിട്ട് നമുക്ക് തരിക. അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത്, അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻഡിക്കേറ്റിംഗ് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ അതിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് അതിനെ നോക്കിയാൽ കാണാൻ പറ്റില്ല, അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അത് ആ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് എന്താവും, സീറോയിലേക്ക് വരും. രണ്ടാമത് പിന്നെ നമ്മളൊരു 10 മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ആ കൊടുക്കുന്ന ക്വാണ്ടിറ്റി കൊടുക്കും. ഇതാ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിനവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യാം, നോക്കാം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് വോൾട്ട് മീറ്ററും റെക്കോർഡിംഗ് അമ്മീറ്ററും ഒക്കെ അതിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റിംഗ് മീറ്റേഴ്സാണ്. അപ്പോൾ അത് കൊടുത്തിട്ടില്ല, അത് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് കൂട്ടി നമ്മളിപ്പോൾ ഒരു എനർജി മീറ്ററൊക്കെ പോലെ മുകളിലേക്ക് കൂട്ടി പോകുന്ന മീറ്ററുകൾ. അതായത് ഇപ്പോൾ ആദ്യം ഒരു മെഷർ ചെയ്തു, ഒരു 10 യൂണിറ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മെഷർ, ഇപ്പോൾ പിന്നെ ഇൻഡിക്കേറ്റിംഗ് മീറ്ററും റെക്കോർഡിംഗ് മീറ്ററിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു, നമ്മൾ ഒരു വട്ടം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 ആണെങ്കിൽ 10 അത് റെക്കോർഡിംഗ് ചെയ്ത് പിന്നെ നമുക്ക് അടുത്ത മെഷർ ചെയ്യുമ്പോൾ അത് 10 ആണ്, അതും വേണമെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് മീറ്റർ. ഇൻഡിക്കേറ്റിംഗ് മീറ്ററിൽ ഫസ്റ്റ് 10 വരെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കറണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പിന്നെ മെഷർ ചെയ്യും. പക്ഷേ ഇൻറ്റഗ്രേറ്റിംഗ് മീറ്റർ അങ്ങനെയല്ല. ഇൻറ്റഗ്രേറ്റിംഗ് മീറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10 യൂണിറ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നെക്സ്റ്റ് മെഷർ ചെയ്യുന്നത് 10 മുതൽ 20 വരെയാണ്. അങ്ങനെ അതിനെ കൂട്ടി പോയിട്ട് ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിലോ ഒക്കെ കൂടുമ്പോൾ ആണ് അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മൾ പിന്നെ കിലോമീറ്റർ, എനർജി മീറ്ററൊക്കെ നമുക്ക് അതിൽ പെടുത്താം. കാരണം നമ്മളൊരു മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തുള്ള റീഡിങ് പ്ലസ് 2 ദിവസത്തെ റീഡിങ് പ്ലസ് 3 ദിവസത്തെ റീഡിങ്, അത് കൂട്ടി അവസാനം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. അങ്ങനത്തെ മീറ്റേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റിംഗ് മീറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറി ഓഫ് മീറ്റേഴ്സാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇനി കൂടുതൽ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി മീറ്റേഴ്സിൽ പെട്ടതാണ്. അബ്സല്യൂട്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകളെ ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, 3ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ക്വസ്റ്റ്യനായിട്ട് വരാം. അതുപോലെ തന്നെ 6 മാർക്കിന് 8 മാർക്കിന് 7 മാർക്കിനൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്ത് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ടോർക്കുകൾ. അതായത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നമ്മളിപ്പോൾ ഒരു പോയിൻ്റർ മൂവ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ 10 ആമ്പിയർ മെഷർ ചെയ്യുകയാണെങ്കിൽ 10-ലെത്തി അവിടെ നിൽക്കണം, വേണ്ടേ? ഒരു മീറ്റർ 0-ൽ നിന്ന് പോയി 10-ലെത്തി അവിടെ നിൽക്കണം. അപ്പോൾ ആ 10-ലെത്തി അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ 0-ൽ നിന്ന് ആദ്യം മൂവ് ചെയ്യണം. 0-ൽ നിന്ന് മൂവ് ചെയ്തിട്ട് 10-ലെത്തി അവിടെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് റിലീസ് കഴിഞ്ഞാൽ 0-ലേക്ക് തന്നെ പോയിൻ്റർ മൂവ് ചെയ്യും വേണം. ഓക്കെ, പിന്നെ എന്താണ് ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ ആ 10-ലെത്തിയിട്ട് ഡിഫ്ലക്ഷനുകളൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അപ്പം അങ്ങനെ 3 എസെൻഷ്യലുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ പലതരം ടോർക്കുകളാവാം. അതായത് ഈ പോയിൻ്ററിനെ മൂവ് ചെയ്യിക്കാൻ അത് ചിലപ്പോൾ എന്താവാം, ഇലക്ട്രിക്കൽ ഫോഴ്സ് ആവാം, മെക്കാനിക്കൽ ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ടോർക്ക് ആവാം, കെമിക്കൽ ടോർക്ക് ആവാം, തെർമൽ ടോർക്ക് ആവാം, അങ്ങനെ തെർമൽ ടോർക്ക് ആവാം. എങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പോയിൻ്ററിനെ മൂവ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അതിനെ TD എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയിട്ട് ആ പോയിൻ്ററാണ് മൂവ് ചെയ്താൽ അത് ഈ തലയ്ക്ക് നിന്ന് അങ്ങോട്ട് പോയിട്ട് മറ്റേ തലയ്ക്ക് പോയി മുട്ടുക ചെയ്യാം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോവാതെ ഒരു പ്രത്യേക പൊസിഷനിൽ, അതായത് ഇപ്പോൾ 10 ആമ്പിയർ ആണെന്നുണ്ടെങ്കിൽ 10 ആമ്പിയറിൻ്റെ ഏരിയയിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ കറണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ആമ്പിയറിൽ തന്നെ പോയിൻ്റർ നിൽക്കാതെ നമ്മൾ അതിനെ തിരിച്ച് 0-ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റർ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് TD = TC ആകുമ്പോഴാണ്. എന്താണ് TD = TC? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്, അത് കൺട്രോളിംഗ് ടോർക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടി ഈക്വൽ ആകുമ്പോഴേ ഈ പോയിൻ്റർ ഒരു സ്ഥലത്ത് പോയി നിൽക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ TD = TC ആകുമ്പോഴാണ് ഒരു പോയിൻ്റർ കറക്റ്റ് റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് ടോർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്പ്രിംഗ് കൺട്രോളും രണ്ടാമത്തേത് ഗ്രാവിറ്റി കൺട്രോളും. അതായത് സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്പ്രിങ് യൂസ് ചെയ്തിരിക്കുകയാണ് പോയിൻ്ററിൻ്റെ മുകളിൽ. അപ്പോൾ ആ പോയിൻ്ററിൻ്റെ മുകളിൽ ഹെയർ സ്പ്രിങ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ നമുക്ക് ഇതിൽ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. 2 സ്പ്രിങ് വെച്ചിട്ടുണ്ട് അല്ലേ, 2 സ്പ്രിങ് വെച്ചിട്ടുണ്ട്, പോയിൻ്റർ ഉണ്ട്, സ്കെയിലുണ്ട്, അതുപോലെ തന്നെ 2 ബിയറിങ്ങിൻ്റെ മുകളിൽ ഒരു പെലോട്ട് വെച്ചിട്ട് അതിലാണ് എന്ത് ചെയ്യുന്നത്, സ്പിൻഡിൽ വെച്ചിട്ട് അതിലാണ് വെച്ചിട്ട് ആ സ്പിൻഡിൽ കറങ്ങുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ് ടൈറ്റായിട്ട് എപ്പോഴാണോ TD = TC ആവുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, പോയിൻ്റർ നിൽക്കുകയും, ഇനി നമ്മൾ കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തായി, 0 ആയി. അപ്പോൾ TC എന്താവും, TC ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഓപ്പോസിറ്റ് ഫോഴ്സ് ഇതാവുകയും ഈ സ്പ്രിങ് റിലീസ് ആവുകയും എങ്ങോട്ട്, 0-ലേക്ക് തന്നെ പോയിൻ്റർ വരാനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി കൺട്രോളാണ്. ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു കൺട്രോൾ വെയിറ്റും ഉണ്ടാവും, ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കൺട്രോൾ വെയിറ്റും ഉണ്ടാവും, ഒരു ബാലൻസിങ് വെയിറ്റും ഉണ്ടാവും, ഒരു കൺട്രോളിങ് വെയിറ്റും ഉണ്ടാവും. അപ്പോൾ ഈ കൺട്രോളിങ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റി അനുസരിച്ച് വെർട്ടിക്കലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഈ പോയിൻ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക,
ഈ കൺട്രോൾ വെയിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ടി ഡി ഈക്വൽ ടു ടി സി ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ കൺട്രോൾ വെയിറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ കൺട്രോൾ വെയിറ്റ് നിൽക്കുമ്പോൾ ടി ഡി 0 ആകുമ്പോൾ, അതായത് നമ്മൾ കറണ്ട് സപ്ലൈ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെയിറ്റിന് ഇവിടെ ഒരു ഫോഴ്സും ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതെങ്ങോട്ട് വരും? നേരെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് വീണ്ടും വെർട്ടിക്കലായിട്ട് തന്നെ നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും ഈ പോയിൻ്റർ അതിനനുസരിച്ച് എങ്ങോട്ട് വരികയും ചെയ്യും? പിന്നിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ 2 ഫോഴ്സ് അല്ലെങ്കിൽ ഈ 2 ടോർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൺട്രോളിങ് ടോർക്കിനെ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാം. ഏതൊക്കെയാണ് കൺട്രോളിങ് ടോർക്ക്, ഡിഫൈൻ കൺട്രോളിങ് ടോർക്ക് എന്ന് പറഞ്ഞിട്ട് 6 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതണം. ഇനി ടോർക്സ് മാത്രമാണ് ചോദിക്കുന്നത് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട 3 ടോർക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ടോർക്ക് കൂടി നമ്മൾ പറയും ഡാമ്പിംഗ് ടോർക്ക്, അതും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാതെ ഓരോ ടോർക്കിനും ഓരോ കൺട്രോളിനും കൺട്രോളിന് 2 പോയിൻറ്റ്, ഗ്രാവിറ്റി കൺട്രോളിന് 2 പോയിൻറ്റ്, ഡാമ്പിങ്ങിലെ 3 ഈ 2 പോയിൻ്റായിട്ട് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ആ ഒരു രീതിയിൽ നമുക്ക് എക്സാം എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡാമ്പിംഗ് ടോർക്കാണ്. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, അതായത് ടി ഡി ഈക്വൽ ടു ടി സി എന്ന് പറഞ്ഞാൽ 2 ഫോഴ്സുകൾ ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്, ടി ഡിയും ടി സിയും. അപ്പോൾ ഈ ഒരു എൻഡ് പോയിന്റിൽ നിന്നിട്ട് ഇപ്പോൾ 10 ആമ്പിയർ അല്ലെങ്കിൽ 50 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പോയിൻ്റർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ഒരു ഡാമ്പിങ് കൊടുക്കുകയാണ്, ഒരു പ്രഷർ കൊടുക്കുകയാണ്. ആ പ്രഷർ കൊടുക്കുമ്പോൾ പോയിൻ്റർ ആ പ്രഷറിൽ കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൽ ഒരു എയർ ചേമ്പറിൽ നമ്മൾ ഈ ഇതുപോലെ സിറിഞ്ചിൻ്റെ ഒക്കെ ഇതിൻ്റെ പോലെ നമ്മളൊരു പ്രഷർ എയർ വെസൽ ഉണ്ടാവും, അതിനുള്ളിൽ എയർ ഉണ്ടാവും, അതിനൊരു പിസ്റ്റൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പോയിൻ്റർ ഈ പിസ്റ്റൻ്റെ ഉള്ളിൽ കടന്നിട്ട് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യുകയും ഈ പിസ്റ്റൺ എയർ പ്രഷർ വരികയും ആ പോയിൻ്റർ ആ വൈബ്രേഷൻ നിന്നിട്ട് എക്സാക്റ്റ് പൊസിഷനിൽ പ്രഷറൈസ് ചെയ്തിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങും. അതിലെന്താ ഉണ്ടാവുക? വെയിനുകളാണ് ഉണ്ടാവുക. 2 വെയിനുകൾ അല്ലെങ്കിൽ 4 വെയിനുകളായിട്ടുണ്ടാകും. ഈ വെയിനുകൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഫ്രണ്ട് വ്യൂവും ഇത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പോയിൻ്റർ ഈ ഇതിൻ്റെ മുകളിലായിരിക്കും, ഇവിടെയും സ്പിന്നിൽ വെച്ചിട്ടുണ്ടാവും, ഇവിടെയും പോയിൻ്റർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പോയിൻ്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫ്ലൂയിഡിൽ കിടന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ വെസലുകൾ കറങ്ങും. ആ വെസലുകൾ ഫ്ലൂയിഡിൽ കറങ്ങുമ്പോൾ വാട്ടർ പ്രഷർ ഉണ്ടാവുകയും ആ വാട്ടർ പ്രഷറിന് അനുകൂലമായിട്ട് എന്ത് ചെയ്യുക? ഈ പോയിൻ്റർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എഡ്ഡി കറണ്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു മാഗ്നറ്റിസം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മാഗ്നറ്റിസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടക്ടർ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ടാവും? EMF അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന് എന്താണോ അത് ഉണ്ടാവാനായ കാരണം അതിനെ ഒപ്പോസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിസ്ക്കാണ്, ഡിസ്കിൻ്റെ അടുത്ത് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഈ മാഗ്നറ്റിന് നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിൽ കൂടി ഈ ഡിസ്ക് കിടന്ന് കറങ്ങുമ്പോൾ ഈ ഇതിൽ എന്തുണ്ടാവും? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഏതിൽ? ഡിസ്കിൽ. അപ്പോൾ ഈ ഡിസ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഡിസ്ക് കറങ്ങുന്നത് കൊണ്ടാണ്. ഡിസ്ക് കറങ്ങാതെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? EMF അല്ലെങ്കിൽ കറണ്ടോ ഈ ഡിസ്കിൽ ഇൻഡ്യൂസ് ചെയ്യില്ല. കാരണം ഈ മാഗ്നറ്റിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടർ കൊണ്ടുപോയി വെച്ചിട്ടുള്ളൂ, അത് മൂവ് ചെയ്യണം, എന്നാലേ ഇതിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കറങ്ങുന്നത്, അല്ലെ? റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് എന്തുണ്ടാവുന്നത്? EMF ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന് അത് ഉണ്ടാവാൻ കാരണമായതിനെ ഒപ്പോസ് ചെയ്യും. അതായത് ഉണ്ടാവാൻ കാരണം എന്താണ്? കറക്കം. അപ്പോൾ കറക്കത്തിന് ഒപ്പോസ് ചെയ്യുക പറഞ്ഞാൽ കറക്കത്തിനെ നിർത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അത് സ്പീഡിൽ കറങ്ങും, അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതായത് സപ്ലൈ റിലീസായി കഴിഞ്ഞാൽ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്നൊന്നും നിൽക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് വീണ്ടും കറങ്ങും. പക്ഷേ ഇപ്പം നമുക്കൊരു ഫോഴ്സും ഇല്ല. എന്താണ്? ഈ എഡ്ഡി കറണ്ട് ഫോഴ്സ് മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും? ആ കറക്കത്തിന് ഒപ്പോസ് ചെയ്യുകയും കൂടുതൽ സമയം കറങ്ങാതെ ആ സപ്ലൈ ഓഫ് ആവുന്ന സമയത്ത് തന്നെ ഡിസ്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഈ സിസ്റ്റം എസെൻഷ്യൽസിന് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, 7 മാർക്കിനോ എസ് ആയിട്ട് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എസെൻഷ്യൽസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ടോർക്സ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇത് മൊത്തം എഴുതണം. ഡിഫ്ലക്റ്റ് ടോർക്ക്, കൺട്രോളിങ് ടോർക്ക്, ഡാമ്പിങ് ടോർക്ക്. അപ്പോൾ അതൊക്കെ ഈ 2 പോയിന്റുകളായിട്ട്. ഇനിയിപ്പോൾ ഇത് മാത്രമായിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ ഗ്രാവിറ്റി കൺട്രോളും ചിലപ്പോൾ ഗ്രാവിറ്റി കൺട്രോൾ മാത്രം ചോദിക്കാം, ചിലപ്പോൾ പിന്നെ സ്പ്രിംഗ് കൺട്രോൾ മാത്രം ചോദിക്കാം, 6 മാർക്കിനൊക്കെ ആയിട്ട് എഡ്ഡി കറണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഓരോന്ന് അല്ലെങ്കിൽ കൺട്രോളിങ് ടോർക്ക് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ഡാമ്പിങ് ടോർക്ക് മാത്രം ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എക്സാമിന് എഴുതാൻ. കൺട്രോളിംഗ് ടോർക്ക് മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് വെച്ച് എഴുതിയാൽ നമുക്ക് 6 മാർക്ക് കിട്ടില്ല. അപ്പോൾ അത് ചിത്രം വരച്ച് നല്ല നീറ്റായിട്ട് എഴുതണം. ഓക്കെ, മൊത്തമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഫിഗേഴ്സൊക്കെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 1-2 പോയിന്റുകളായിട്ട് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഫസ്റ്റത്തെ മീറ്ററാണ്, പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്റർ, PMMC അല്ലെങ്കിൽ MC മീറ്റേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഉള്ള അതാദ്യം ചോദിക്കുക, ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡീറ്റെയിൽ ദ കൺസ്ട്രക്ഷൻ ഓഫ് MC മീറ്റർ അല്ലെങ്കിൽ PMMC മീറ്റർ ചോദിക്കും, അല്ലെങ്കിൽ വർക്കിംഗ് ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തുണ്ട് മൊത്തം എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഇതിലെന്തൊക്കെ ഉണ്ട് എന്നാണ്, കൺസ്ട്രക്ഷനാണ്. അപ്പോൾ എന്താണ് ആദ്യമുള്ളത്, ഒരു U ടൈപ്പ് മാഗ്നറ്റ് ഉണ്ടാവും, അതിൻ്റെ എൻഡ് പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു കോയിൽ ഉണ്ടാവും, റൊട്ടേറ്റിംഗ് കോയിൽ. ഈ കോയിലിലേക്കാണ് നമ്മളെ മൂവിങ് കോയിൽ എന്ന് പറയും. നമ്മൾ PMMC എന്ന് പറയണില്ലേ, ഇതിൻ്റെ മൂവിങ് കോയിൽ. അപ്പോൾ ആ കോയിലിനെ നമ്മളൊരു സ്പിൻഡിലിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവും, 2 ബിയറിങ് വെച്ചിട്ട് അതിൻ്റെ ഒരു സ്പിൻഡിൽ. അതുപോലെ അതിൽ യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് കൺട്രോളാണ്, അതിന് 2 ഹെയർ സ്പ്രിങ്ങും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ആ സ്പിൻഡിൽ തന്നെ നമ്മളൊരു പോയിൻ്ററും വെച്ചിട്ടുണ്ടാവും, അതിൽ സ്കെയിലിൻ്റെ മുകളിൽ കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അതായത് ഈ സാധനങ്ങൾ നേരെ താഴത്തേക്ക് എടുത്ത് എഴുതുക. ബിയറിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കോയിൽ ഉണ്ടാവും, പോയിൻ്റർ ഉണ്ടാവും, സ്കെയിൽ ഉണ്ടാവും. ആ സാധനങ്ങൾ എടുത്ത് എഴുതുക. എന്നിട്ട് ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഉണ്ടാവുക എന്ന് പറയാം. ഡാമ്പിങ്, എഡ്ഡി കറണ്ട് ഡാമ്പിങ് ആണെങ്കിൽ അത് ഇതിൽ ഫിഗറിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എക്സാം എഴുതും. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് വരച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോർത്ത് സൗത്ത്, പിന്നെ ഇങ്ങനെ കോയിൽ, അതുപോലെ തന്നെ ഇവിടെ ബിയറിങ്, ഇവിടെ പോയിൻ്റർ, സ്കെയിൽ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വരച്ചിട്ടും എഴുതാം. ആ ഫിഗറിന് മാർക്കിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഫിഗർ നല്ല രീതിയിൽ വരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ചതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. പക്ഷേ അതൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് വരയ്ക്കണം, കാണാൻ പറ്റണം. ഓക്കെ, കാണാൻ നല്ല നീറ്റായിരിക്കണം വരയ്ക്കുമ്പോൾ എന്ന് മാത്രമാണ് നമുക്കതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടാവും, പെർമനൻറ്റ് മാറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊണ്ടുപോയി വെച്ചാൽ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോയിലിനെ കൊണ്ടുപോയി വെച്ചാൽ അതിന് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോയിൽ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പോയിൻ്റർ മൂവ് ചെയ്യും. പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ അത് സ്കെയിലിൻ്റെ മുകളിൽ കൂടിയാണ് മൂവ് ചെയ്യുക. എത്രയാണോ അപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ ചെയ്യും. TD = TC ആകുമ്പോൾ എന്ത് ചെയ്യും, പോയിൻ്റർ ഏതാണോ അവിടെ പോയി നിൽക്കണം. 10 ആമ്പിയർ ആണെങ്കിൽ അവിടെ പോയി നിൽക്കും, 5 ആമ്പിയർ ആണെങ്കിൽ അവിടെ പോയി നിൽക്കും. എത്രയാണോ നമ്മൾ സപ്ലൈ കൊടുക്കണം അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, കോയിൽ കറങ്ങുക. അപ്പോൾ അതിനനുസരിച്ചേ പോയിൻ്റർ മൂവ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മെഷീൻ്റെ MC മീറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ കോയിലിലേക്ക് സപ്ലൈ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോയിൽ തിരിച്ച് കറങ്ങും. അപ്പോൾ പോയിൻ്റർ 0 താഴത്തേക്ക് പോരും. അപ്പോൾ അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ MC മീറ്ററിന് എന്തുണ്ട് എന്നാണ് പറയുക, പൊളാരിറ്റി ഉണ്ട് എന്നാണ് പറയുക. പൊളാരിറ്റി ഉണ്ട്, പ്ലസ്സിൽ പ്ലസ്സും മൈനസിൽ മൈനസും മാത്രം കൊടുക്കും. DC മാത്രം നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, AC-ലും DC-ലും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം AC-ൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 കിടന്ന് വൈബ്രേറ്റ് ചെയ്യാന്നല്ലാതെ മുകളിലേക്ക് മൂവ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് യൂണിഫോമാണ്, സ്കെയിലൊക്കെ കറക്റ്റ് ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കാണിച്ചിരിക്കുന്ന പോലെ 2 ടൈപ്പ് ഉണ്ട്, അട്രാക്ഷൻ ടൈപ്പും റിപ്പൽഷൻ ടൈപ്പും ഉണ്ട് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ചോദിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്ഷൻ എഴുതിയില്ലെങ്കിലും ഈ ഫിഗർ വരയ്ക്കണം. ഈ ഫിഗർ വരയ്ക്കുക, ഈ വർക്കിംഗ് എഴുതുക. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുക, ഈ താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക കേട്ടോ. രണ്ടായാലും ഫിഗർ മസ്റ്റാണ്. EMIൻ്റെ എല്ലാ ഇതിനും എന്ത് ചെയ്യണം, നമ്മൾ ഫിഗർ വരയ്ക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ടൈപ്പാണ്. അതായത് ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു കോയിലുണ്ടാവുക, അതിലാണ് നമ്മൾ കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ ഇതിങ്ങനെ സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഇങ്ങനെ ആയിരിക്കും ഇതുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ സെക്ഷണലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ ഒരു അയേൺ വെയിൻ ഉണ്ടാവും. ഓക്കെ, ഒരു അയേൺ വെയിന് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഈ അയേൺ വെയിനിനെ എന്ത് ചെയ്യും, ഇതിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ അത് മാഗ്നറ്റ് ആവുകയും ഈ അയേൺ വെയിന് ഇതിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ സംഭവം എന്ത് ചെയ്യും, പോയിൻ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇത് എന്ന് പറയുന്നതാണ് സ്പിൻഡിൽ. നമ്മൾ മറ്റേ സ്പിൻഡിലിനെ എങ്ങനെ വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ ടോപ്പ് നിന്ന് നോക്കണ പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ PMMCയിൽ സ്പിൻഡിൽ ഇങ്ങനെയല്ല വെച്ചിരുന്നത്. ഇതിനെ ടോപ്പ് നിന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് ഇവിടെ കാണിച്ചത്. അതുകൊണ്ട് ഒരു ഡോട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയും അതിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇത് എന്താ ചെയ്യുക, അപ്പോൾ ഇതിൽ ഗ്രാവിറ്റി കൺട്രോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൺട്രോൾ ഇങ്ങോട്ട് പോകും. ഇനി നമ്മൾ സപ്ലൈ ഓഫാക്കി കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങോട്ട് ചെയ്യുകയും പോയിൻ്റർ ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ അതെന്താണ്, AC. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് സപ്ലൈ കൊടുത്തു എന്ന് വിചാരിക്കുക. സപ്ലൈ കൊടുത്തിരുന്നത് കണക്ഷൻ മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് ഫുൾ ടൈം മാഗ്നറ്റാണ്. മാഗ്നറ്റിൻ്റെ അടുത്ത് അയേൺ കൊണ്ടുവച്ചാൽ എന്തേ സംഭവിക്കുകയുള്ളൂ, മാഗ്നറ്റിൻ്റെ അടുത്ത് അയേൺ കൊണ്ടുവച്ചാൽ ഒറ്റ കാര്യം സംഭവിക്കുകയുള്ളൂ, അട്രാക്ഷൻ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇതെന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ നമുക്ക് MI ഇൻസ്ട്രുമെൻറ്റ്സ് ACയിലും DCയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. മനസ്സിലായോ? അതിന് പൊളാരിറ്റി ഒന്നുമില്ല. AC ആയാലും DC ആയാലും അട്രാക്ഷൻ മാത്രമേ നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ റിപ്പൽഷൻ ആണെങ്കിൽ റിപ്പൽഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ സോളിനോട് കോയിലുണ്ട്. പിന്നെ കൺട്രോളിങ് സ്പ്രിങ് കൊടുക്കുന്നത്, കൺട്രോൾ വെയിറ്റ് കൊടുക്കുന്നത് കൺട്രോളിങ് ടോർക്ക് കൊടുക്കുന്നത് ഗ്രാവിറ്റി കൺട്രോളാണ്. എയർ ഫിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ എഴുതുക. വർക്കിംഗ് ഞാൻ പറഞ്ഞു തന്ന പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, കോയിലിൽ കൊടുക്കുമ്പോൾ, സർക്യൂട്ടിൽ കൊടുക്കുമ്പോൾ വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, പോയിൻ്റർ അട്രാക്റ്റ് ചെയ്യും. TD = TC ആകുമ്പോൾ എന്ത് ചെയ്യും, റീഡിങ് കാണിക്കും. അത് വിട്ട് കഴിഞ്ഞാൽ കൺട്രോളിങ് ടോർക്ക് താഴേക്ക് വരികയും 0-ലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിപ്പൽഷൻ ടൈപ്പാണ്. റിപ്പൽഷൻ ടൈപ്പിൽ നമ്മൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എന്താ ഉണ്ടാവുക. കൺസ്ട്രക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഒരു സിലിണ്ട്രിക്കൽ റിംഗ് ഉണ്ടാവും, 2 വെയിനുകളുണ്ടാവും. ഒരു ഫിക്സ്ഡ് വെയിനും ഉണ്ടാവും, ഒരു മൂവബിൾ വെയിനും ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്പ്രിംഗ് കൺട്രോൾ യൂസ് ചെയ്യുന്നു, പോയിൻ്ററും ഉണ്ടാവും. അത് സ്പിൻഡിൽ പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ കോയിലിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ 2 വെയിൻ ഉണ്ട്. 2 വെയിനും ഒരേ രീതിയിലാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. 2 വെയിനും ഒരേ രീതിയിൽ പറഞ്ഞാൽ ഇതൊരു വെയിനും ആണെങ്കിൽ ഇവിടെ നോർത്തും സൗത്തും ആയിട്ടാണ് ഇത് മാഗ്നറ്റ് ആവണമെങ്കിൽ ഉള്ളിലുള്ള വെയിൻ എന്താണ്, ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയിട്ട് തന്നെ സെയിം രീതിയിലാണ് എന്ത് ചെയ്യുക, മാഗ്നറ്റൈസ് ആവുക. കാരണം ഇവിടുത്തെ ഈ മാഗ്നറ്റിനനുസരിച്ച് തന്നെ ആയിരിക്കും ഇത് രണ്ടും എന്ത് ചെയ്യുക, മാഗ്നറ്റൈസ് ആവുക. അപ്പോൾ 2ൻ്റെയും 2 എൻഡിലും ഇവിടെ നോർത്താണെങ്കിൽ ഫിക്സ്ഡിൻ്റെ അടിയിൽ നോർത്താണെങ്കിൽ മൂവബിളിൻ്റെ അടിയിൽ നോർത്ത്. അപ്പോൾ 2 വെയിനും കൂടിയും ഒരേപോലെ മാഗ്നറ്റൈസ് ആകുമ്പോൾ ഒരേ പൊളാരിറ്റി വരുമ്പോൾ അത് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, റിപ്പൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. റിപ്പൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഫിക്സ്ഡ് വെയിൻ അവിടെ തന്നെ നിൽക്കും. മറ്റേത് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അത് അവിടെ കിടന്ന് കറങ്ങുക ചെയ്യുക. അപ്പോൾ ഈ റിപ്പൽ ചെയ്ത് പോകുമ്പോൾ ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. ഈ കറങ്ങുന്നതിനനുസരിച്ച് ഈ പോയിൻ്റർ കറങ്ങുകയും സ്പിൻഡിൽ കറങ്ങുകയും ഈ പോയിൻ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ഇത് സ്പ്രിങ് ടൈറ്റ് ആവുക ചെയ്യുക. അപ്പോൾ ആ സ്പ്രിങ് എന്ത് ചെയ്യും, ലൂസാവും, ഇപ്പോൾ നേരെ ഇങ്ങോട്ട് പോരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. മനസ്സിലായോ? ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓരോന്നായിട്ടും അതിപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ എക്സാം എഴുതിയ, ഇപ്പോൾ ഈ ഇതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന നോട്ടിലോ തന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നിർബന്ധം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാം. അതിപ്പോൾ 2 പോയിൻ്റ് ആയാലും 3 പോയിൻ്റ് ആയാലും അങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ പോയിൻ്റ് വൈസ് എഴുതണം എന്നില്ല, നിങ്ങൾ ഒരുമിച്ച് എഴുതി വിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം.
പോയിൻ്റ് വൈസ് എഴുതുന്നത് അധ്യാപകർക്ക് പൊട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അത്രയാണ് 3 മീറ്ററുകൾ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ വേറൊരു മീറ്ററും കൂടി ഉണ്ട്, അതായത് റെക്ടിഫയർ ടൈപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലൊന്നും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ റിവിഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വീഡിയോയിൽ കാണാം. അത് നമുക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാം, എടുത്തു തരാം. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കമ്പാരിസൺ. മൂവിങ് കോയിലിൻ്റെയും മൂവിങ് അയേണിൻ്റെയും കമ്പാരിസണാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മൂവിങ് അയേണിൻ്റെയും മൂവിങ് കോയിലിൻ്റെയും കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ് മൂവിങ് കോയിലിൽ എന്താണ്, കോയിലാണ് മൂവ് ചെയ്യണത്. മറ്റേതെന്താണ്, സോഫ്റ്റ് അയൺ പീസാണ് മൂവ് ചെയ്യണത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട്, അതായത് ടോർക്ക് പ്രപ്പോർഷണൽ ടു കറണ്ടാണ്. മറ്റേൽ ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്. ടോർക്ക് ടി ഈസ് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ് ഇതിൽ മൂവിങ് അയേണിൽ. ഡാമ്പിങ്, എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പെർമനൻറ്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത് മൂവിങ് കോയിലിൽ. മറ്റേത് നമ്മൾ കണ്ടു അട്രാക്ഷൻ ടൈപ്പിൽ ഏതായിരുന്നു, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അട്രാക്ഷൻ ടൈപ്പാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, 90% അട്രാക്ഷൻ ടൈപ്പാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മൂവിങ് അയൺ എന്നുള്ളതിൽ അട്രാക്ഷൻ ടൈപ്പിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി സ്പ്രിംഗ് കൺട്രോളാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മൂവിങ് അയണിൽ യൂസ് ചെയ്യുന്നത്, മൂവിങ് കോയിലിൽ യൂസ് ചെയ്യുന്നത്. ഗ്രാവിറ്റി കൺട്രോളാണ് മൂവിങ് അയണിൽ യൂസ് ചെയ്യുന്നത്. ഇനി കൺട്രോളിങ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. പിന്നെ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, യൂണിഫോം സ്കെയിലായിരിക്കും. മറ്റേത് കൺട്രോളിങ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ കൺട്രോളിങ് ടോർക്ക് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് 6ാമത്തെ പോയിൻ്റായിട്ട് സ്കെയിൽ യൂണിഫോം ആണ്, മറ്റേത് നോൺ യൂണിഫോം സ്കെയിലാണ്. പവർ കൺസംഷൻ എന്ന് പറയുന്നത് മൂവിങ് കോയിലിന് കുറവാണ്, പക്ഷേ മൂവിങ് അയണിന് പവർ കൺസംഷൻ കൂടുതലാണ്. ഓക്കെ, പിന്നെ അതുപോലെ കോസ്റ്റ്ലിയാണ്. മൂവിങ് കോയിൽ എന്ന് പറയുന്നത് അക്യുറേറ്റ് മീറ്റർ ആയതുകൊണ്ട് കോസ്റ്റ്ലിയാണ്, മറ്റേത് ചീപ്പാണ്. ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ DC സർക്യൂട്ട്, അതായത് പൊളാരിറ്റി ഉള്ളത് കൊണ്ട് DC മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് എന്ത് ചെയ്യാം, ബോത്ത് AC ആൻഡ് DC യൂസ് ചെയ്യാം. ഇനി ഇതല്ലാതെ വേറൊരു ഇതും കൂടി ഉണ്ട്, അക്യുറേറ്റ് റീഡിംഗ് ആയിരിക്കും എന്തിന്, മൂവിങ് കോയിലിന്. മൂവിങ് അയണിന് അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ യൂണിഫോം സ്കെയിൽ ആയതുകൊണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരേ ടൈപ്പ് ആയിരിക്കും, അതുകൊണ്ട് എല്ലാ റീഡിങ്ങും കറക്റ്റായിട്ടുണ്ടാവും. പക്ഷേ മൂവിങ് അയണിൽ ഫസ്റ്റ് കുറച്ച് സിമ്പിൾ എടുത്തെടുത്തായിരിക്കും റീഡിങ്, എന്താ കൂടി വരുന്നിടത്തോളം അതിൻ്റെ വിഡ്ത്ത് കൂടി വരും. അപ്പോൾ നമുക്ക് സെൻറ്ററിലൊക്കെ എത്തിയിട്ട് നമുക്ക് കൂടുതൽ റീഡിങ് അക്യുറേറ്റ് ആയിട്ട് റീഡിങ് എടുക്കാൻ പറ്റും. ഫസ്റ്റും ലാസ്റ്റും നമുക്ക് ചില റീഡിങ് ചിലപ്പോൾ 0 to 1 എന്ന് പറഞ്ഞാൽ 1.1 1.2 ഒന്നും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, റീഡിങ് എടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്തെന്ന് പറയുന്നത് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇതും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ക്വസ്റ്റ്യനാണോ, എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അത്രയും പോയിൻ്റ് എഴുതുക. 6 മാർക്കിനാണെങ്കിൽ 6 പോയിൻ്റ്, 7 മാർക്കിനാണെങ്കിൽ 7 പോയിൻ്റ്, 8 മാർക്കിനാണെങ്കിൽ 8 പോയിൻ്റ് എഴുതുക കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതിലെ ഒരു പോർഷൻ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എറേഴ്സാണ്. ഏതൊക്കെ എററുകൾ ഉണ്ടാവാം. ഒന്നാമത്തത് ടെമ്പറേച്ചർ എറർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കോയിലുകളാണ് യൂസ് ചെയ്യുന്നത്. കോയിലുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ ഇതിലൂടെ മെഷർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാനുണ്ട്, ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത ഉണ്ട്. ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത, ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, I²R ലോസ് കൂടാനുള്ള റെസിസ്റ്റൻസ് കൂടാനും റെസിസ്റ്റൻസ് കുറയാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അത് നമ്മളെ റീഡിങ്ങിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ലോസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ കറണ്ടിനെ ബാധിക്കുമല്ലോ. അപ്പോൾ കറണ്ടിനെ ബാധിക്കുമ്പോൾ അതെന്ത് ചെയ്യാൻ, റീഡിങ്ങിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഏറ്റവും കുറവുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അത് മിനിമൈസ് ചെയ്യാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ എറർ, റൊട്ടേറ്റിംഗ് പാർട്ടുകളാണ് ഇതിനൊക്കെ ഉള്ളത്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിനൊക്കെ റൊട്ടേറ്റിംഗ് പാർട്ടാണുള്ളത്. മൂവിങ് കോയിലോ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ പീസൊക്കെ. അപ്പോൾ ബിയറിംഗ് ഒക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യത, തുരുമ്പുടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഫ്രിക്ഷണൽ എറർ. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച റീഡിങ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. 5 ആമ്പിയർ മെഷർ ചെയ്താൽ ചിലപ്പോൾ 4 ആമ്പിയറേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ, കാരണം കറക്റ്റായിട്ട് മൂവ് ചെയ്യണില്ലെങ്കിൽ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെപ്പോഴും അതിനെന്ത് ചെയ്യുക, ഡസ്റ്റ് പ്രൂഫ് കേസിൽ വെക്കുക. അതുപോലെ ബിയറിംഗ് ഒക്കെ എപ്പോഴും ഓയിൽ ഇതൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്യുക, എപ്പോഴും ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫ്രിക്ഷണൽ എറർ ഒഴിവാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ അൺബാലൻസ് എന്ന് പറയുന്നത്, ഡെഫിഷ്യൻസി ഓഫ് മൂവിങ് ഓൺലി വെൻ ദ വെയിറ്റ്. അതായത് മെക്കാനിക്കൽ അൺബാലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജർക്കിങ്, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യാതിരുന്നാൽ ഗ്രാവിറ്റി കൺട്രോളൊന്നും ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല അല്ലേ.
അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ജെർക്കിങ്. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഒക്കെ അടുത്ത് മീറ്റർ വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടെ ജെർക്കിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെക്കാനിക്കൽ അൺബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജെർക്കിങ് ഇല്ലാത്ത സ്ഥലത്ത്, ഈസി ആയിട്ടുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, പിന്നെ MI ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ഗ്രാവിറ്റി ഫോഴ്സ് യൂസ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ കറക്റ്റ് വെർട്ടിക്കലായിട്ട് മീറ്റർ വെക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ, അത് ഒഴിവാക്കാനുള്ളൊരു വഴി എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ എററാണ്. എന്താണ് ഒബ്സർവേഷണൽ എറർ എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് എടുത്ത് നോക്കുമ്പോൾ ഉള്ള റീഡിങ് ആവില്ല, സൈഡിൽ നിന്ന് നോക്കിയ ആൾക്ക് കിട്ടും. അപ്പോൾ 3 റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ 3 3 സ്ഥലത്താണ് നിൽക്കുന്നത് വെച്ചാൽ 3 3 റീഡിങ് ആവും. ഒരാൾക്ക് 5 ആമ്പിയർ കിട്ടിയാൽ ഒരാൾക്ക് 5.2 കിട്ടും, ഒരാൾക്ക് 4.8 കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ മിറർ വയ്ക്കുക. അപ്പോൾ മിറർ വയ്ക്കുമ്പോൾ മിററിലുള്ള പ്രതിബിംബം കാണാതെ നമ്മൾ കറക്റ്റ് റീഡിങ് അതായത് കറക്റ്റ് മിററിൻ്റെ മുകളിലുള്ള പ്രതിബിംബത്തിൻ്റെ മുകളിലാണ് നമ്മൾ പോയിൻ്റർ നിൽക്കുന്നത് വിചാരിച്ചാൽ, അതായത് സ്ട്രെയിറ്റ് നോക്കുന്ന ആൾക്ക് മാത്രമാണ് കറക്റ്റ് റീഡിങ് കിട്ടുക. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സൈഡിൽ നിന്ന് നോക്കുന്ന ആൾക്ക് 2 പോയിൻ്റർ കാണാം, ഒന്ന് മിററിലും ഒന്ന് ശരിക്കുള്ള പോയിൻ്ററും കാണാം. അപ്പോൾ അത് റീഡിങ് തെറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മാറി നിന്ന് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ കറക്റ്റ് റീഡിങ് കിട്ടും. അതാണ് ഒബ്സർവേഷണൽ എറർ കുറയ്ക്കാനുള്ള വഴി. പിന്നെ അടുത്തത് ഏജിങ് ആണ്. അപ്പോൾ ഏജിങ് മാറ്റാനുള്ള വഴി എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രിക്ഷണൽ എറർ ഇതൊക്കെ കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഏജിങ് മാറ്റാനുള്ള എന്താണെന്ന് ഒന്നുകിൽ സ്പ്രിങ്ങുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാലിബ്രേറ്റ് ചെയ്ത് നോക്കുക ഏത് ഭാഗത്തിനാണോ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഏജിങ് കുറയ്ക്കാനുള്ള, ഏജിങ് കൊണ്ടുള്ള എററുകൾ കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ സിമ്പിളായിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. ഫിഗർ ഉണ്ട് എന്ന് തോന്നിയാൽ ഫിഗർ വരയ്ക്കൽ നിർബന്ധമാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ഫിഗർ വരയ്ക്കൽ എന്ന് പറയുന്നത് 100% ചെയ്തിരിക്കണം. ഫിഗർ വരച്ചാൽ നമുക്ക് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, കൺസ്ട്രക്ഷനാണ് ചോദിച്ചിരുന്നത് വെച്ചാൽ ഫിഗർ വരച്ചത് അടയാളപ്പെടുത്തുന്നവനും 100% അത് എടുത്തെഴുതാൻ പറ്റും എന്താണെന്നുള്ളത്. ഓക്കെ, അതിലുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് താഴത്തേക്ക് എഴുതിയാൽ മതി. വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം അതിൻ്റെ വർക്കിംഗ് എഴുതുക. ആ വർക്കിംഗ് ഇനിയൊരു 2 3 പോയിന്റിലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത് ആ 2 3 പോയിന്റിൽ എഴുതുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയും കുറച്ച് ഭാഗങ്ങളെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലുള്ളൂ. അപ്പോൾ അത് വളരെ നീറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഓക്കെ.